ഹായ് കൊടുക്കണം. ഹായ് ഹായ് ഫ്രണ്ട്സ്. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സുതിമോളെ എന്താ വീഡിയോയിൽ ഇവനെ കാണിക്കാത്ത, എന്നാ കാണിക്കാത്ത, ഇവനെ കണ്ടിട്ട് കുറെ ആയല്ലോ. സൂരജ് ഫാൻസ് കൂടിയിരിക്കുകയാണ് എന്റെ ചാനൽ കൊണ്ട്. അപ്പൊ ഇവൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. പകലാണ് ജോലിക്ക് പോകുന്നത്. അപ്പൊ പകല് പോകുമ്പോ നമ്മൾ 6 മണിയാകുമ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യൂല. ആ സമയം ഇവനോട് ഉണ്ടാകൂല വീഡിയോ എടുക്കാനൊന്നും. അതുകൊണ്ടാണ് ആശാനെ കാണാഞ്ഞത്. അപ്പൊ ഇന്ന് മുതൽ ഇവന് 4 മണിക്കാണ് പോകേണ്ടത്. അപ്പൊ 4 മണിക്ക് കയറിയാൽ മതി. 12:55 വരെ അല്ലേ അത്ര ജോലി ചെയ്താൽ മതി. അപ്പൊ ആ സമയം കൊണ്ട് ഇന്ന് ഇവിടെ ഉണ്ടാള്. അപ്പൊ ഒത്തിരി സൂരജ് ഫാൻസുകാർ എന്നോട് ഇത് പുഷ് ചെയ്യുന്നു, ഇവനെ കാണിക്കുന്ന പറഞ്ഞ് പുഷ് ചെയ്യാണ്. അത്രയും ഫാൻസ് ഇവന്റെയൊക്കെ എന്നാ കണ്ടിട്ടാണ് ഫാൻസുകാർ. അങ്ങനെ ഇവരെ കാണിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്പെഷ്യൽ ഞാൻ വിളിച്ചു വരുത്തി. നൈറ്റ് പാവം കിടന്ന് ഉറങ്ങി ഞാൻ വിളിച്ചു ചെയ്തിട്ട് ചിരിത്തേക്കുന്നതാണ്. കാരണം എല്ലാവർക്കും കാണണം. കുറെ അമ്മമാരൊക്കെ ചോദിക്കണം സൂരജ് പണിതൊക്കെ ചോദിക്കണം. അതിന് മുന്നേ കാണിക്കാൻ എടുത്തേക്കുന്നതാണ്. പിന്നെ കുറച്ച് ആൾക്കാർ എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുന്നത്, സുതിമോളെ ഫോൺ ചെയ്യുമ്പോൾ തന്നെ ചോദിക്കുന്നത് സുതിമോളെ സുഖമാണെന്ന് ചോദിച്ച്. അയ്യോ ഞാൻ ഈ സമയത്ത് ചോദിക്കുന്നത് ശരിയല്ലല്ലോ, സുതിമോൾക്ക് സുഖമാണോ ചോദിച്ച് ക്ഷമിക്കണം കേട്ടോന്ന്. ഒരു കാരണവശാലും സുതിമോൾക്ക് സുഖമാണെന്ന് വെച്ച് ക്ഷമ എന്നോട് ചോദിക്കണ്ട. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സുഖിച്ച് കിടക്കുന്നത്. സുഖിച്ച് കിടക്കുകയാണ് ഞാൻ. പരമധാനി വിരിച്ച് കിടക്കുകയാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ ഞാൻ നടക്കുന്ന സമയത്ത് ചോറ് വെക്കണം, കറി വെക്കണം, നേരം വെളുക്കുന്ന മുന്നേ എഴുന്നേക്കണം, ഉറക്കം കിട്ടത്തില്ല, കഞ്ഞി വെക്കണം, കറി വെക്കണം, പെരയടിക്കണം, മുറ്റം അടിക്കണം, ആ സമയത്ത് വെള്ളം കയറുമ്പോൾ തൂത്ത് കഴുകിക്കളയണം. അങ്ങനെ പല പല പണികൾ. കൊച്ചുങ്ങൾ ഒരുക്കണം, ചേട്ടാൻ ഒരുക്കണം, ചേട്ടാക്ക് ഭക്ഷണം കൊടുക്കണം, പൊതി കെട്ടണം, പറഞ്ഞു വിടണം, വെള്ളം പിടിക്കണം. ഇതിപ്പോ ഒരു കുഴപ്പമില്ല, നല്ല ഇപ്പൊ എന്ത് കുഴപ്പമല്ല. ഇങ്ങനെ ജസ്റ്റ് കിടന്നാ മതിയില്ല. ആൾക്കാർ ഭക്ഷണം കൊണ്ട് വായി വെച്ച് കൊടുക്കുക. എന്താ സുഖം. ഞാനും ഇനി പോകുന്നില്ല. ഞാനും കട്ടിലേക്ക് കിടക്കാൻ പോവാ. നല്ല സുഖമല്ലേ. സമയത്ത് ഭക്ഷണം കിട്ടും. ഓ എന്താ സുഖം കിടന്ന സമയം. ഞാൻ സാധാരണ ഫുഡൊക്കെ കഴിക്കുമ്പോ രാവിലെ 11 മണി 12 പണിയൊക്കെ തീർത്തും. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. കറക്റ്റ് 8 മണിയാകുമ്പോ സൂചിക്ക് വയ്യാത്ത സൂചിക്ക് ഭക്ഷണം കൊടുക്കും. ഇവിടെ ആർക്കൂടെ സ്വൈര്യം കൊടുക്കത്തില്ല സൂരജ്. ചേച്ചിക്ക് ഫുഡ് കൊടുക്കുന്ന പറഞ്ഞോണ്ട് കറക്റ്റ് 8 മണിയാകുമ്പോ എന്നെ തീറ്റിക്കും. അത് ഞാൻ ഭാര്യൊന്നും വിഷമിക്കണ്ട. ഇങ്ങനെ കിടന്ന് വിളിച്ചു കൊടുത്താൽ മതി. വായി വെച്ച് അരിഞ്ഞങ്ങനെ ചവച്ചിറക്കുക, വെള്ളം കുടിപ്പിക്കുമോ, കീറി വല്ല കഴിക്കും. എന്താണ് സുഖം അല്ലേ. ബാത്റൂമിൽ പോയി വിഷമിക്കണ്ട. ഇവിടെ കിടന്നുകൊണ്ട് തന്നെ ബാത്റൂമിലൊന്നും പോകാൻ വിഷമിക്കണ്ട. നടന്ന് ഈ മഴയത്ത് ചെന്ന് ബാത്റൂമിൽ ഇരിക്കണം. എന്ത് കഷ്ടപ്പാടാണ്. ഇതൊന്നും മടി കിടപ്പോഴെല്ലാം സക്സസ്ഫുള്ളായി. പിന്നെ ഞാൻ ഒത്തിരി പേര് ചോദിച്ചു സുതിമോളെ എങ്ങനെയുണ്ട്, അസുഖമൊക്കെ മാറിയോ, നമുക്ക് വേദന കുറവുണ്ടോടാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വേദനയൊക്കെ ഒത്തിരി കുറവുണ്ട്. നേരത്തെ ഇങ്ങനെ കിടക്കം തന്നെ മിന്നി ഇങ്ങനെ ഈ എന്നാ പറയുക, ഇടിവെട്ടുമ്പോൾ മിന്നൽ പോലെ തോന്നുമായിരുന്നു വേദന. ഇപ്പം അതൊന്നുമില്ല. നന്നായിട്ട് വേദനയൊക്കെ എനിക്ക് കുറവുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ അത്രയൊക്കെ ഉള്ളു. പയ്യ ചാരി ഇരിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു. അപ്പൊ എല്ലാവരും പ്രാർത്ഥന കൊണ്ട് നല്ല മാറ്റം കൊണ്ടുണ്ട്. ചേച്ചി വന്നപ്പോ ഒത്തിരി സംസാരിക്കത്തില്ലായിരുന്നു. ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുക. ഓ വന്നപ്പോ അയ്യോ എന്റെ നടുവേന്നൊക്കെ പറയുന്നത് ചേച്ചി. ഇപ്പൊ എനിക്ക് വളരെ സുഖമാണ്. ഇവിടെ ഒരു കുഴപ്പമില്ല. എനിക്ക് വേല അങ്ങനെയൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. നമ്മക്കാ പ്രശ്നം ഇങ്ങനെ നോക്കണ്ടോ. എന്റെ ദൈവം ചേച്ചിക്ക് പോരെന്ന് വെച്ച് ഞാൻ ഓർത്തില്ല ഇങ്ങനെ ആകുന്നത്. ഇവരെന്നെ പറയുന്നത് പറയായോ, ചേച്ചി അങ്ങോട്ട് പോകണ്ട, ഒരു കറക്ഷനും പോകണ്ട, ഞാൻ നോക്കും ചേച്ചിന്ന് പറഞ്ഞവൻ. ഇപ്പൊ ഇതാണ് അവസ്ഥ. പിന്നെ വേറെ സംഭവം ഉണ്ടായി കഴിഞ്ഞ ദിവസം. ഒന്നാമത്തെ കാര്യം ഇവന്റെ കോമഡികളൊന്നും ഇല്ലാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒന്നും ഉണ്ടാക്കുന്നില്ല. പുള്ളി വളരെ നീറ്റായിട്ട് അവരുടെ കാര്യം നോക്കി ജോലിക്ക് പോകുന്നുണ്ട്. പുള്ളി ഇവിടെ ഇല്ല. അപ്പൊ ഇന്നലെ എനിക്കിപ്പോ കാണുന്ന എല്ലാം കണ്ടത് ചേച്ചി എന്നെ കാണുന്നത് ഫുള്ള് ഓരോ കണ്ടന്റ് അടിച്ചടിച്ച് വിടുക. നാട്ടിലിറക്കാൻ വേണ്ട അവസ്ഥയാണ്. ഇപ്പം ഞാൻ ടൗണിലോട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ചേച്ചിമാര് ചോദിക്കാം, മോനെ മറ്റേ അമ്പലപ്പുറം വെച്ച് മുണ്ട് പോയി നടക്കുന്നില്ല. അയ്യോ നടുറോട്ടിലൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ്. ഞാൻ സത്യമാണ്, ഞാൻ തന്നെയാണ്. ആ അവസ്ഥയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഇപ്പൊ മാസ്ക് ഒക്കെ വെച്ചാണ് വെളിലോട്ട് പോകുന്നത്. എന്താണോ കഴിഞ്ഞ ദിവസം
ഒരു കൊച്ചു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചേക്കുന്നു, ചേട്ടൻ മറ്റേ ഫോൺ പോയിരുന്നല്ലേ, ചേട്ടന്റെ മുണ്ടല്ലേ മറ്റേ അമ്പലപ്പറമ്പിൽ കഴിച്ചു പോയത്. പിള്ളേരൊക്കെ പോയി മെസ്സേജ് അയക്കുന്നു ഇങ്ങനെ, അല്ലാതെ എന്റെ ഫാൻസ് ആണോ എന്നൊന്നും ചോദിക്കുന്നില്ല. പിള്ളേർ ചോദിക്കുന്ന ചേട്ടാ മറ്റേ മുണ്ട് പറഞ്ഞു പോയി ചേട്ടല്ലേ. എന്ത് ചെയ്യാനാണ് ആൾക്കാരെല്ലാം വിളിച്ച് ഇങ്ങനെ ചോദിക്കുന്നത്. പിന്നെ മുണ്ട് പറഞ്ഞ പോട്ടെ ഗൈസ്, കഴിഞ്ഞ ദിവസം ഇവ പുള്ളി 4 മണിക്ക് ജോലിക്ക് കയറണം. അപ്പൊ പുള്ളി കിടന്ന് ഉറങ്ങിപ്പോയി, നൈറ്റ് പണിയായിരുന്നു. ജോലി കഴിഞ്ഞ് വന്നപ്പോ പുള്ളി ഉറങ്ങിപ്പോയാലും 3:15 ഒക്കെ, 4 മണിക്ക് ജോലിക്ക് കയറണം. 3:15 3:20 അങ്ങോട്ട് ആയപ്പോഴാണ് പെട്ടെന്ന് ഒരു ഉയർത്തെഴുന്നേക്കുന്ന ഒരു ചാടി വരും. അയ്യോ സമയം പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ചാടി ഏറ്റു മോന്തയും കഴുകി പോയി കുളിക്കാൻ പോയി. ഏതാ ഷഡ്ഡിയോ പാന്റാ ഷർട്ടാ ഏതാണ്ടൊക്കെ ഇവിടെ ഒരു അലമാരി ഇരിപ്പുണ്ട്. ഈ അലമാരിലാണ് പുള്ളിയുടെ ഡ്രസ്സൊക്കെ ഇരിക്കുന്നത്. ഈ അലമാരിലാണ് ഡ്രസ്സൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ വാഴ വെട്ടിയിട്ട പോലെ ഇങ്ങനെ കിടക്കുമല്ലോ, ഞാനിങ്ങനെ വാഴ വെട്ടിയിട്ട പോലെ കിടക്കുമല്ലോ ഗൈസ്. ഞാൻ നോക്കുമ്പോ കച്ചവല പോലത്തെ തോർത്ത് കൊടുത്തോണ്ട് എന്റെ തലയുടെ ഫോളിൽ കയറി ഞാനിങ്ങനെ വായി തുറന്നിവിടെ കിടക്കുന്നു. ഞാൻ നോക്കുമ്പോഴേക്ക് ഒരുത്തൻ കച്ചവല വളർത്താൻ തോർത്ത് കൊടുത്ത് കേറി വന്ന് ഇതിലെ ഈ മേശ കിടക്കുന്നോണ്ട് നടന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഞാൻ നോക്കുമ്പോ ധൃതിയല്ലേ, പോകണ്ടേ, വേറെ ഒന്നും പുള്ളി നോക്കുന്നില്ല. ചാരേറ്റി കെട്ടിലേക്കൂടെ കയറി എന്റെ മുഖത്തൂടെ പാസ് ചെയ്തു. അവിടെ പോയി തുണി എടുത്തിട്ട് അതുപോലെ തിരിച്ചെന്റെ മുഖത്തൂടെ ഇറങ്ങി. എന്റെ കാഴ്ച ഞാൻ എന്നെ പറയാനാ. പിന്നെ ബുദ്ധിയും പോകില്ല, ഇത്ര വളർന്നതായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധിയും പോളായതും ഇല്ലാത്തത് കൊണ്ട് ഞാനങ്ങനെ ക്ഷമിച്ചത് ചെരിഞ്ഞിങ്ങനെ കിടന്ന് ഉറക്കളഞ്ഞ്. പിറ്റേ ദിവസം നേരം വെളുത്താ ഞാൻ എഴുന്നേറ്റാൻ തോന്നുന്നു. അയ്യോ മുറ്റ കോമഡിയാ. ഇത് തൃപ്തിയായി. ഈ വീഡിയോയുടെ മിക്ക നാട്ടുകാരെല്ലാം ഇപ്പൊ പറയും കച്ചവടം. അങ്ങനെ പുള്ളിയുടെ സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോകുന്നത്. പിന്നെ കുറെ ആൾക്കാരോട് ചോദിച്ചു, സുതിമോളെ കുഞ്ഞ് പാല് കുടിക്കുന്നതല്ലേ, അപ്പൊ അവള് ഇങ്ങനെ കരയുവോ പാല് കുടിക്കാനൊക്കെ പ്രശ്നം ഉണ്ടാക്കോട്ടോ എന്ന് ചോദിക്കൊണ്ട്. ഒരു പ്രശ്നമല്ല ഗൈസ്, പുള്ളിക്ക് ഇതിനൊന്നും ബാധിച്ചിട്ടില്ല. കാരണം അമ്മ തളർന്ന് കിടക്കുവാണെന്നോ എഴുതട്ടിരിക്കുവാണെന്നോ പുള്ളിനെ ഒന്നും ബാധിച്ചിട്ടില്ല. പുള്ളി വരുന്നു, ഈ സൈഡിൽ കയറി കുത്തിയിരിക്കുന്നു, പൂച്ചക്കുഞ്ഞിരുന്ന് കുടിക്കുമ്പോൾ ഇരുന്ന് കുടിച്ചേച്ച് ഇറങ്ങി പോകുന്നു. പുള്ളിനെ ഒന്നും ബാധിച്ചിട്ടില്ല. ഇപ്പോഴേ ഉറങ്ങുകയാണ്. എൻ്റെ അടുത്തുണ്ട് ആള്, എൻ്റെ കൂടെ കിടക്കുന്നത് പറയാൻ വാശി പിടിച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങുന്നതാണ് ഇപ്പൊ കാണുന്നത്. അങ്ങനെ ഇവരെ കൊണ്ടെല്ലാം ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് ചിരിച്ച് മണ്ണ് കപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ ഇത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാനായിട്ട്. ഇനി ഇവര് കണ്ടന്റ് ഉണ്ടാക്കട്ടെ, എന്നിട്ട് അറിയിക്കാം. ഇവരെന്നോട് ചോദിച്ചു, ചേച്ചിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ, ചേച്ചിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഞാൻ പറഞ്ഞു എന്നും വേണ്ട കുഞ്ഞ്, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ കഴിഞ്ഞ ദിവസം പിള്ളേരെല്ലാം കൂട്ടി ഒരു ഔട്ട്ഡോർ പോലെ മുണ്ട് പറഞ്ഞ അമ്പലത്തിൽ പോയി വന്നപ്പോ ഒത്തിരി പലഹാരം ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി ഒന്നും നോക്കണ്ട, ചേച്ചി ഇരുന്ന് കഴിക്കണം, ചേച്ചിയുടെ എൻ്റെ ആഗ്രഹമാണ് ചേച്ചി എഴുന്നേറ്റിരിക്കണം, ചേച്ചി ഭക്ഷണം കഴിച്ചോളാം, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം, ആരെയും നോക്കണ്ട, ചേച്ചിക്ക് ആവശ്യമുള്ള സാധനം അത് മേടിച്ചോണ്ട് വന്നത് ഈ മേശപ്പുറത്ത് കൊണ്ടുപോയി. ചേച്ചി പിള്ളേരോടൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തിന്നാനുള്ള ഒന്നുമല്ല, ഇത് ചേച്ചി മാത്രം തിന്നാനുള്ള സാധനമാണ്, ഞാൻ മേടിച്ചത് എൻ്റെ ചേച്ചിക്കൊള്ളാന്ന് പറഞ്ഞ് ഇവിടെ വെച്ച അലുവ മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ചേച്ചിക്കാന്ന് പറഞ്ഞിട്ട് അലിമയുടെ ഒരു പീസ് മാത്രം ഞാൻ കണ്ടിട്ടുണ്ട്, തിന്നിട്ടുണ്ട്. ചേച്ചിക്കാന്ന് പറഞ്ഞോണ്ട് മേടിച്ചോണ്ട് വെച്ചിട്ട് എന്തോ ഒരു കാര്യത്തിൽ ഞാൻ ഇങ്ങനെ കിടന്നിട്ട് അങ്ങോട്ട് നോക്കിയപ്പോ കട്ട പൊങ്ങിയിരിക്കുന്നു. ചേച്ചിക്കാന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് കൊടുക്കാതെ ഒരുത്തൻ തന്നെ നല്ല തീറ്റയായിരുന്നു. ഞാൻ അലിമല്ല കേസ്, വേറെ ഒരു സാധനം ഈ നിമിഷം വരെ കണ്ടിട്ടില്ല. ചേച്ചിക്കാന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് മൊത്തം അള്ളലോട്ടിട്ട് അങ്ങനത്തെ ഐറ്റാണ്. എന്റെ സ്വന്തം ആങ്ങളെന്ന് പറഞ്ഞ അവനാണ് ഏറ്റവും വിറ്റുന്നതാണ് ഞാൻ ഏറ്റവും വിചാരിച്ചോണ്ടിരുന്നത്. അവന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഇരിക്കുന്ന ഐറ്റം. രക്ഷയില്ല കേട്ടോ. എന്നാലും ഞാൻ ഇങ്ങനെ വേല നടക്കാന്നുള്ള ഫീലിംഗ് ഒന്നും എനിക്ക് ഇവിടെ ഇല്ല. കാരണം ഇതുപോലത്തെ ആറ്റം കോമഡികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവൻ ജോലിക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവരെപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടം. എന്താ വെച്ചാൽ
അതുപോലത്തെ കണ്ടന്റുകളാണ് ഇവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ഭയങ്കര അടിപൊളിയാണ്. ഇത് എന്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇവിടെ ഇഷ്ടം തോന്നിയാൽ എനിക്ക് കമന്റ് അയച്ചാൽ മതി. ഒന്നാമത് എന്റെയൊക്കെ എനിക്ക് വേല തൃപ്തിയായി, സന്തോഷമായി, വളരെ സന്തോഷമായി. അപ്പൊ വല്ല പെമ്പിളാർക്കൊക്കെ ഇവനെ കണ്ടിട്ട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് അയക്കുക. തീർച്ചയായിട്ടും ഇവൻ ഒറ്റക്കാണ്. ഇവൻ ഇവിടെ അമ്മ പാവപ്പെട്ട ഒരു അമ്മയുണ്ട്. പുള്ളിക്കാരി എത്തിയും ചാണ്ടി നടന്നാണ് ജോലിയൊക്കെ ചെയ്യുന്നത് വീട്ടില്. അപ്പൊ കുറച്ചു ദിവസമായിട്ട് നാത്തൂർ ഇവിടെ നിൽക്കുകയാണ്. ഇവൻ ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അമ്മ ഒറ്റക്കായതുകൊണ്ട് അവളും കൊച്ചുങ്ങളൊക്കെ ഇവിടെയാണ് നിൽക്കണത് ഇപ്പൊ. അതുകൊണ്ട് ഇവൻ എങ്ങനെയും പെണ്ണ് കെട്ടിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്റെ അമ്മ കേക്കല, അമ്മ ഭാവി പോയത്. ഇവന് ഒത്തിരി പ്രതീക്ഷയുണ്ട് കേട്ടോ. ഇവൻ പറയുന്ന ഇപ്പൊ എനിക്ക് കല്യാണം വേണ്ട ചേച്ചി, എനിക്ക് പെര വെക്കണം, പെരയൊക്കെ വെക്കണം. പെര വെച്ചതിന് ശേഷം നല്ല സെറ്റപ്പിലൊക്കെ ആയി, പൈസയൊക്കെ സെറ്റായി ശേഷം കെട്ടിക്കൊണ്ട് വരുന്ന പെണ്ണിന് പ്രസവം വന്നാൽ പ്രസവം ഞാൻ നോക്കും, അവളെ ഞാൻ വീട്ടിൽ വിടത്തില്ല, 28 കെട്ടിലുള്ള കൊച്ചിന്റെ സാധനം ഞാൻ മേടിക്കും, എനിക്ക് ഒരു പട്ടിയുടെ സഹായം വേണമെന്നാണ് പറയുന്നത്. എന്നിട്ടാ കെട്ടുകൊള്ളാം എന്നാണ് പറഞ്ഞേക്കണത്. ദൈവം ഇതൊക്കെ നടത്തി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പുല്ലന്റെ സഹായം എനിക്ക് വേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട്. പാവം അധ്വാനിച്ച് ഇവനെ പറ്റി പറഞ്ഞ ഒത്തിരി കഥയുണ്ട് കേട്ടോ. കാരണം എന്താന്ന് ചോദിച്ചാൽ സൂര്യ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ 10 വർഷമാകാൻ പോകുന്നു. ഈ വർഷം ഡിസംബർ 1 വരുമ്പോ 10 വർഷം അവള് എന്റെ ആളെ കെട്ടിയിട്ട്. ഒരു 10 വർഷം പുറകോട്ട് ഇവന്റെ വയസ്സ് ചെറുതായിരുന്നു. ആ സമയത്ത് ഇവനെ എനിക്ക് ഒത്തിരി ബഹുമാന സ്നേഹം എന്നാന്ന് ചോദിച്ചാൽ ഈ കാരമുണ്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ കൊച്ചൻ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ പത്രം ഇടാൻ പോകും വെളുപ്പിനെ എഴുന്നേറ്റ്. അച്ഛന് ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് അങ്ങനെ ജോലിക്കൊന്നും പോകാൻ വയ്യാതിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് അമ്മ ഒരു വീട്ടുജോലിക്ക് പോകും. അങ്ങനെയാണ് ഇവരിവിടെ നടക്കുന്നത്. അവനെ കൊണ്ട് പറ്റുന്ന പോലെ അവൻ വെളുപ്പിന് എഴുന്നേക്കും, ഇവിടെ എല്ലാ വീട്ടിലും പത്രം ഇടാൻ പോകും. പത്രം കിട്ടുന്ന കാശ് കൊണ്ട് വരെ വീട് കഴിഞ്ഞിട്ടുള്ളൊരു വീടാണിത്. കാരണം അവൻ അത്ര അധ്വാനശേഷി ഉള്ള കൊച്ചനാണ്. മനസ്സുകൊണ്ടാണേലും അവൻ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വീട്ടിലെ കുടുംബത്തെ ഇപ്പം ഈ ജോലിക്ക് പോകണം ഞാനവിടെ നടക്കും. ഇപ്പം വെള്ളമൊന്നുമില്ല ഇവിടെ. അപ്പം അപ്പുറത്തെ വീട്ടിൽ കിണറ്റിൽ കോരി വെച്ചിട്ട് വേണം. അപ്പോൾ അതെല്ലാം ചെയ്യും പുള്ളി പോകുന്നതിന് മുന്നേ. പെമ്പിളാരെ പോലെ എന്നെ പെരയടിക്കും, പാത്രം കഴുകും, എല്ലാ പണിയും ചെയ്യും. അമ്മയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുക്കും കേട്ടോ. അമ്മയെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കും ഇങ്ങനെ ഒരു മകനെ കിട്ടിയതിൽ ആ അമ്മയുടെ ഭാഗ്യമാണ്. കാരണം അമ്മേനെ കൈവെള്ളം വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു മകനാണ് കിട്ടിയത്. കാരണം കുടുംബത്തെ ഒരു ഇത് അവർ ശരിക്കറിയാം. അച്ഛൻ ആരാണ്, അമ്മ എന്താണ്, അവരുടെ വില എന്താണെന്ന് അറിയാവുന്നൊരു കൊച്ചനാണ്. എനിക്കൊരു ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇവനെ കാണിച്ച ദിവസം. ഇവനെ കെട്ടുന്ന പെണ്ണിൻ്റെ ഭാഗ്യമായിരിക്കും എന്ന് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 2-3 കമൻറ്റ് അതുപോലത്തെ വന്നിട്ടുണ്ടായിരുന്നു. ശരിയാണ് കഴിച്ച് ഞാൻ തീർത്ത് പറയുന്നത്. ഇവനെ കെട്ടുന്ന പെൺകൊച്ചിന് ഭാഗ്യമായിരിക്കും. കാരണം അത്ര ഒരു മനസ്സുള്ളവനാണ്, നല്ല കൊച്ചാണ്. പിന്നെ ഇങ്ങനെ നല്ല മനസ്സുള്ളവർക്ക് പക്ഷേ ഇടങ്ങിയ സാധനത്തിനായിരിക്കും കിട്ടുമോന്ന് ഞാൻ കഴിഞ്ഞു. കാരണം അവൻ കുഞ്ഞിലെ മുതൽ അധ്വാനിക്കുന്ന ഒരാൾ. അവൻ പത്രം വിറ്റ് ഇട്ട് വെളുപ്പിനേറ്റ് വിട്ടിട്ട് അവന്റെ പഠിത്തത്തിന് വേണ്ട സാധനങ്ങളൊക്കെ അവൻ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ഒരു പയ്യനാണ് കുഞ്ഞിനെ മുതൽ. അത് എത്ര വയസ്സുണ്ടോ നിനക്ക്? 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കും. നമ്മുടെ പിള്ളേരൊക്കെ എവിടെയെങ്കിലും മൂടി പോച്ച് കിടന്ന് ഉറങ്ങുന്ന സമയം 4 മണി 3 മണി 5 മണി സമയത്തൊക്കെ. ആ സമയം വെളുപ്പിന് എഴുന്നേറ്റ് ഇവൻ പത്രം എടുത്തിട്ട് വന്ന് ഓരോ വീട് വഴി പത്രം ഇട്ടിട്ട് വീട്ടിലെ കുടുംബത്തെ പണി എല്ലാം അമ്മയുടെ കൂടെ ചെയ്ത് സഹായിച്ച് വെള്ളവും പിടിച്ചിട്ട് ശേഷം ഇവൻ പഠിക്കാൻ പോകും. പഠിക്കാൻ പോയിട്ട് ഇതേപോലെ തന്നെ വൈകുന്നേരം വന്ന് അതുപോലെ അധ്വാനിക്കും. അപ്പോൾ നല്ല കൊച്ചാണ്. എൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ നാത്തൂര് ആങ്ങളായിട്ടൊന്നുമല്ല ഞാൻ കണ്ടാക്കുന്നത്, എൻ്റെ ഒരു കൂടപ്പുറപ്പാട്ടാണ് ഞാൻ കണ്ടാക്കുന്നത്. അല്ലേടാ ആടാ പുല്ലേ? അങ്ങനെ ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓരോ നിമിഷം ഇവിടെ കിടന്ന് വേദന ചെയ്യുമ്പോൾ ഇങ്ങനെ മിനിറ്റിന് ചേച്ചി എന്താണ് കഴിക്കാൻ വേണോ, കുടിക്കാൻ വേണോ, തിന്നാൻ വേണോ, ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കും. അതുപോലെ തന്നെ ഓരോ നിമിഷം എൻ്റെ ആദ്യമായിട്ട് കാലണങ്ങിയ ദിവസം ഇവനായിട്ട് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ കിടന്ന് പട്ടക്കം പൊട്ടിക്കുമ്പോഴൊക്കെ കിടന്ന് ഭയങ്കര തുള്ളിച്ചാട്ടവും ഭയങ്കര മേടായിരുന്നു. ഇന്നലെയാണെങ്കിൽ ഞാൻ ചാരി ഒന്ന് എഴുന്നേറ്റിരുന്നു. ഇവനും ചേട്ടായോട് സഹായിച്ച് ഞാൻ ചാരി ഇരുന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിക്ക്. എനിക്കറിയില്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സ്വന്തം മകനെ പോലെയാണ് കേട്ടോ. ആങ്ങളായിട്ടില്ല, ഒരു മകനെ പോലെയാണ്. കാരണം അത്ര സന്തോഷമാണ്. ഞാൻ ഓരോ മൂവ്മെന്റ് ചെയ്യുമ്പോഴും ഭയങ്കര സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ശനിയാഴ്ച എൻ്റെ കൂടെ വരാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്, ലീവ് കിട്ടത്തില്ലെന്നൊക്കെ പറയുന്നത്. പക്ഷെ കൊണ്ടുപോകത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാനിരുന്നായിരുന്നു. നല്ല നല്ല കണ്ടന്റുകളൊക്കെ വന്നേക്കുന്നുണ്ടോ ചേച്ചിമാർ എത്ര കവിഞ്ഞേക്കുന്നത്, നീ പോണം ഇവരെന്നോട് പറയുന്നത് ഇവനല്ലേ
നീയാണ് പോകേണ്ടത്, നീ വേണം മോനെ പോകേണ്ടത് ഒക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാരെ കമന്റ് ഒക്കെ വിടുന്നുണ്ട് കേട്ടോ. ഇവനെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി കമന്റ് വരുന്നുണ്ട്. കൊറേ ആൾക്കാർ ഇവിടെ പറയുന്നുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറയുന്നുണ്ട്. അല്ലടാ നമുക്ക് സമയമില്ലാത്ത സമയത്ത് എന്ത് അപ്പൊ എന്താണേലും ഞങ്ങൾ പോകുന്നത് വരെ ഡെയിലി ഇവനെ നമ്മളെ വീഡിയോ കാണാൻ പറ്റും. ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ ഓടി വന്ന് ഇവനെ കാണിച്ചു തരാൻ കേട്ടോ. ആൾക്കാർക്ക് കാണാൻ ആഗ്രഹം തോന്നുമ്പോ ഞാൻ ഇവിടെ വരും. ഇവനെ കൊണ്ട് ഒരു 3-5 വീഡിയോ 5-6 ദിവസമുള്ള വീഡിയോ എടുത്തിട്ട് പോവാം. അങ്ങനെയൊക്കെ കാണിച്ചു തരാം ഞാൻ ഇവനെ കാണാൻ. ഒത്തിരി കുറെ അമ്മമാരാണ് കേട്ടോ. അമ്മമാരെന്നെ ഫോൺ വിളിക്കുന്നു, എന്ന് വിളിക്കുന്നുണ്ട് മിക്കപ്പോഴും. ഇന്ന് വിളിച്ച് രാവിലെ ഒരു 9 മണിക്ക് വിളിച്ചിട്ട് ഒരു 12:15 കേട്ടാ വെച്ചത്. അത്രയ്ക്ക് സംസാരിച്ചു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആളെ. ഞങ്ങൾക്കും അതെ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ കൊച്ചാണ്, മുത്താണ്. ഒരു സൈഡിൽ നോക്കുമ്പോ ഇവനൊരു ദുൽഖർ സൽമാന്റെ ഷേപ്പ് ഉണ്ടെന്ന് പലരും ആ ഒരു സൗന്ദര്യത്തിന് അഹങ്കാരം ഒന്നും പുള്ളിക്കില്ല. കഴിഞ്ഞു. അപ്പൊ എന്റെ ഒരു ദിവസം വാരിയില്ലെങ്കിൽ സമാധാനം കിട്ടുന്നില്ല. എങ്ങനെയാലും ഒന്ന് തട്ടിക്കൊണ്ടില്ല. അങ്ങനെ ഇപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. വേറെ പറയണ്ടോ ഞാനൊക്കെ നമ്മുടെ പ്രഷറോട് എന്തെങ്കിലും പറയണ്ടോ നിനക്ക്? എന്താ പറയാ, എല്ലാം കൊണ്ടും എനിക്ക് തൃപ്തിയായിരുന്നു, സന്തോഷം വളരെ. എന്നാലും അറിയാത്ത ഒരാൾക്കാരൊക്കെ വരുമ്പോ എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ എല്ലാരും എനിക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമിനകത്തും ഫേസ്ബുക്കിലൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞാൻ ഓർത്തില്ല ഇത്ര ഇതാകുമെന്ന്. ഞാൻ അറിയാതെ അതുപോലെയൊക്കെ പോയി എനിക്ക് ബന്ധപ്പെട്ട് എനിക്ക് ഇപ്പോഴും ആൾക്കാർ വിളിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ഇത്ര ഇതായത് നമുക്ക് അറിയത്തില്ലല്ലോ. ഞാൻ ഹലോ ചേച്ചി എന്നാ വിശേഷം, ചോറുണ്ടോ, കഴിച്ചു. നമ്മള് സാധാരണക്കാരെ പോലെ അവര് സാർ എന്ത് കഴിയുന്നത്, ഞാൻ സാറ് അമ്പത് പേരാണോ സാറ് അങ്ങനെ. എന്തായാലും എനിക്കത് ഇതില്ല. എന്ന് വെച്ചാൽ നമ്മള് ചേച്ചി നേരത്തെ മുതൽ ഇതുപോലെ കാണുന്നതാണ്. ഇങ്ങനെ വീഡിയോ വന്നെന്ന് വെച്ച് നമ്മളങ്ങനെ വലിയ ആളൊന്നും ആയിട്ടൊന്നും ഇല്ല. നമ്മള് ചേച്ചിയുടെ ഇപ്പോഴും ചെറിയ അനിയൻ തന്നെയാണ്. പണ്ട് ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഓരോ കോമഡി ചെയ്ത് വീഡിയോ ഇടുന്നൊക്കെ ഇവൻ പറയട്ടായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ തുടക്കം തന്നെ എന്റെ കാലൊടിഞ്ഞ സമയത്താണ് ഞാൻ പറഞ്ഞു, ചേച്ചി ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളല്ല, വലിയൊരു നില നിൽക്കേണ്ട ആള്. ഞാൻ ചേച്ചിയെ റീൽ എടുപ്പിക്കും. അതാണ് നേരത്തെ ചേച്ചിയുടെ ഇൻസ്റ്റയിലെ ആദ്യത്തെ വീഡിയോ ഒക്കെ ഞാൻ എടുത്താണ്. ആ വീഡിയോ ഒക്കെ ഞാൻ എന്റെ കാല് പൊക്കി വെച്ചിട്ട് ഒറ്റക്കാല വീഡിയോ ഒക്കെയാണ് അത്. അതെല്ലാം വീഡിയോസ് ഇവൻ തന്നെ എടുത്തതാണ്. ഇവന്റെ ചേച്ചി ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളല്ല, കുറച്ച് ലോ ലെവലിൽ നിൽക്കേണ്ട ആളാണ്. അതെ, ഇവന്റെ പ്രചോദനം ഇൻസ്റ്റയിലൊക്കെ ആ വീഡിയോ ഇട്ടത് ലോ ലെവലിൽ. കാരണം ഇവനെപ്പോഴും പറഞ്ഞു, ഞാൻ ഈ ചിരിച്ചു കളിച്ചൊക്കെ വർത്താനം പറഞ്ഞ് കോമഡിയൊക്കെ സംസാരിക്കുമ്പോൾ ഇവനെപ്പോഴും ചേച്ചിക്ക് ഇൻസ്റ്റയിലേക്ക് വീഡിയോ ഇടുക, ചേച്ചി വൈറലാകും, അങ്ങനെ ചേച്ചി നല്ല കോമഡി ഇതാകും, ചേച്ചി എന്ന് പറയും. ഇവന്റെ നിർബന്ധത്തിലാണ്. ഇൻസ്റ്റയിലൊക്കെ ചെന്ന് നോക്കി അറിയാൻ പറ്റും. എന്റെ അക്കൗണ്ടിലൊക്കെ ഒന്ന് കയറി നോക്കി അറിയാൻ പറ്റും. ഇൻസ്റ്റയിൽ സുതിമോളൻസി എന്നാണ് എന്റെ ഇൻസ്റ്റയുടെ അക്കൗണ്ടിന്റെ പേര്. അതിലൊക്കെ നോക്കി അറിയാൻ പറ്റും. ആ ആദ്യത്തെ കിടക്കുന്ന കോമഡി സാധനം മൊത്തം ഇവന്റെ നിർബന്ധത്തിൽ ആ കിടക്കുന്ന വീഡിയോസ് മൊത്തം ഇവന്റെ കലാവിരുദ്ധ, ഇവന്റെ തലയിൽ വന്ന ബുദ്ധികളൊക്കെയാണ് ആ കിടക്കുന്നത് മൊത്തം. ഇവനാണ് ആദ്യം എന്നിലൊരു കോമഡി ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് കണ്ടെത്തിയത് സൂരജായിരുന്നു. അല്ലേ? എന്റെ വൈബിന് പറ്റിയ ഒരാളെ കണ്ടിട്ടില്ല. ചേച്ചിയെ കിട്ടുമ്പോ സമാധാനം. എന്നെ പോലെ അതിനെ കിട്ടില്ല. അയ്യോ, ഞങ്ങള് ഭയങ്കര കോമ്പയാണ്. എന്റെ പെങ്ങളെക്കാളും ഭയങ്കര കോമ്പയാണ്. പെങ്ങൾക്ക് അത്ര ഇതില്ല. എന്തായാലും ഞങ്ങളെ അമ്മ ഇത് ഒരുമാതിരി അറിയില്ല, സംസാരിക്കുമ്പോ അറിയാലോ. ഞങ്ങളെ അമ്മ വലിയതാണ് മാച്ച് ചെയ്ത് നമ്മളെങ്ങനെയാണ് കണ്ടുമുട്ടിയല്ലേ ഇങ്ങനെ. എന്റെ നാത്തൂര് എന്റെ ആങ്ങളെ കെട്ടിയത് എന്റെ സെലക്ഷൻ ആണ് കേട്ടോ. അത് വന്നതും അങ്ങനെ തന്നെ. ഒരു മഞ്ഞപ്പിത്തം പിടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ. അയ്യോ, ആ കഥയൊക്കെ ഞാൻ അടുത്ത സെഷനിൽ പറയട്ടെ. ഇപ്പൊ തന്നെ ഒത്തിരി ആയിട്ടുണ്ട്. അപ്പൊ എന്റെ നാത്തൂനെ എങ്ങനെ എന്റെ ആങ്ങളെ കെട്ടി, അതാണ് ഞാൻ അടുത്ത കഥ. ഇവൻ എങ്ങനെ എന്റെ ജീവിതത്തിലോട്ട് വന്നു, എന്റെ ആങ്ങളെയായിട്ട് വന്നു എന്നുള്ള കഥകളൊക്കെ നാളത്തെ വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഇതിലൊക്കെ നിർത്തിക്കട്ടെ. നാളെ ഇവനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും ഞാൻ പോകുന്നവരെ എന്റെ എല്ലാ ദിവസവും എന്റെ വീഡിയോ ഉണ്ടാവും. ഒത്തിരി പേർക്ക് പരാതി ഉണ്ടായിരുന്നു, സൂര്യനെ കാണുന്നില്ലല്ലോ. അത് ഇനിയുള്ള വീഡിയോസ് ഒക്കെ നാളെ ഉണ്ടാകുന്നതാണ്. ഇതിന്റെ ബാക്കി നമുക്ക് നാളെ കാണിക്കാം. അപ്പൊ ഈ ആദ്യമായിട്ടാണ് എന്റെ ചാനല് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് എഴുതുക. ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാ കമന്റ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ നോക്കത്തില്ല എനിക്ക് ഇത്ര ഫാൻസ് ആകുന്നത്. ദൈവമേ, ഞാൻ എവിടെ പോകുകയാണ്. അപ്പൊ നമ്മള് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.